ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ ചാനലിൽ എന്താ സബ്ജക്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് അംറൂസിൻ്റെ കൂടെ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ചെയ്യാം കേട്ടോ. അംറൂസ് കുളിക്കാൻ പോവുകയാണ് ഗൈസ്. കുളിക്കാൻ അഷ്ടപത്രാതി എണ്ണയാണ് അംറൂസ് തേക്കുന്നത്. അംറൂസ് എണ്ണയൊക്കെ തേച്ചിട്ട് ബാത്റൂമിന് പുറത്ത് വന്ന് ഡ്രസ്സൊക്കെ ഊരിയിട്ട് കുളിക്കാനായിട്ട് അകത്തോട്ട് കയറി പോവുകയാണ് കേട്ടോ. നമുക്ക് ബാംഗ്ലൂരിലെ ക്ലൈമറ്റ് ഇത്തിരി തണുപ്പായതുകൊണ്ട് തന്നെ നമ്മൾ ഹീറ്റർ യൂസ് ചെയ്ത് ഈ വെള്ളം ചൂടാക്കിയാണ് കുളിക്കുന്നത്. അങ്ങനെ ആശാൻ പോയി വെള്ളമൊക്കെ ആദ്യമേ ചെക്ക് ചെയ്ത് നോക്കും. ചെറിയൊരു ചൂടുണ്ടെങ്കിൽ മാത്രമേ ആശാൻ കുളിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ തിരിച്ചു വരും കേട്ടോ. അപ്പം ചൂടുള്ളത് കൊണ്ട് തന്നെ അവിടെ നിന്ന് കളിക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടെ ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വെള്ളം കോരി ഒഴിച്ച് കുളിക്കുകയാണ് ഗേസ്. കുളി തുടങ്ങിയിട്ടുണ്ട്. ഒരു കുളിസീന് നിങ്ങൾക്ക് ഇത് വഴി കിട്ടുന്നതായിരിക്കും ഫ്രീ. അപ്പോൾ അംബ്രൂസ് വെള്ളമൊക്കെ തലയിൽ കോരി ഒഴിച്ച് ചിരിച്ചാണ് കുളിക്കുന്നത് കേട്ടോ. ജനിച്ച് അന്ന് തൊട്ട് കൊച്ചു കുളിക്കാൻ നേരത്ത് ഭയങ്കര ചിരിയാണ് കണ്ടോ, സോപ്പൊക്കെ തേച്ച് നിൽക്കുന്നത്. എന്നിട്ട് അംബ്രൂൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു, തലയൊക്കെ തോർത്തി ഇറങ്ങിയിട്ടുണ്ട്. പാട്ടൊക്കെ പാടി ഒരുങ്ങാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അംബ്രൂസിൻ്റെ പുതിയ ഉടുപ്പും പാമ്പറും എല്ലാം എടുത്ത് കേട്ടോ. അതൊക്കെ എടുത്ത് അംബ്രൂസ് തിരിച്ച് വലിച്ച് പിടിച്ച് സ്വന്തമായിട്ട് ഇടാൻ വേണ്ടിയൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്. അംബ്രൂസ് അങ്ങനെ പിടിച്ചെടുത്ത് വെച്ചതിന് ശേഷം അതിൻ്റെ പുതിയ ഇതൊക്കെ എടുത്ത് മാറ്റി പാമ്പർ ഇട്ടു. അതിന് ശേഷം ബനിയൻ ഇട്ടു, ഒരു ഡാൻസ് കളിച്ചു. അതിന് ശേഷം അതിൻ്റെ റോംബർ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയിരിക്കുന്നു. ഇനിയിപ്പോൾ അംബ്രൂസ് അതും ഇട്ടിട്ട് നോക്കുന്നുണ്ട് എല്ലാം സെറ്റായിട്ടുണ്ടോ എന്നൊക്കെ നോക്കി. അംബ്രൂസ് ഹായ് ബൈ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് ഗേസ്. എന്നിട്ട് നമ്മളിനി ഡ്രസ്സിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. അടുത്ത് നമ്മളിനി കരി വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് കിടന്ന് തന്നു. എന്തെന്ന് പറഞ്ഞാൽ കിടന്ന് തന്നു. പിന്നെ ഒരു ഡപ്പ പൗഡർ എടുത്ത് പുറത്തൂടെ അങ്ങ് തട്ടി. സ്വന്തമായിട്ട് ചെയ്യുന്ന വെള്ളത്തരങ്ങളാണ്. എന്നിട്ട് പിന്നെ ഞാൻ പൗഡറെല്ലാം തട്ടിക്കളഞ്ഞ് കരി പടരാതിരിക്കാൻ പൗഡറും ഇട്ട് ഉള്ളൊരു കുത്തും ഇട്ട് പിന്നെന്താണ് തലമുടിയും കോതി കൊടുത്തേട്ടോ. തലമുടി കോതാനൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് കൊച്ചിന് വിശപ്പുള്ളതുകൊണ്ട് കൊച്ച് ചപ്പാത്തി കഴിക്കുന്നുണ്ട് കേട്ടോ. ചപ്പാത്തി കഴിച്ചിരുന്നാണ് കൊച്ച് ഒരുങ്ങുന്നതൊക്കെ. ഗെറ്റ് റെഡി വിത്ത് മീ ആണെങ്കിലും കൊച്ചിന് ഒരു സ്റ്റൈലൊക്കെ വേണ്ടേ. അതുകൊണ്ട് കൊച്ച് ലാസ്റ്റ് എല്ലാം ഒന്ന് ഒരുങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും വേണ്ടി ഒരു ചിരിയും കുറച്ച് ഭാവവ്യത്യാസങ്ങൾ ചില ഭാവങ്ങളൊക്കെ കാണിച്ചതിന് ശേഷം കണ്ണാടി വയ്ക്കുകയാണ് ഗേസ്. കണ്ണാടി വയ്ക്കുന്നത് സ്വന്തമായിട്ട് തന്നെ കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച് ഒരുങ്ങി സുന്ദര കുട്ടപ്പനാക്കിയിട്ട് ചിരിയും പോസ് ചെയ്യേക്കും. പിന്നെ ഞാൻ നോക്കിയപ്പോൾ സ്വന്തമായിട്ട് മൂക്കിലിട്ടിടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ണാടി ഇറിവിരിക്കാൻ വേണ്ടിയിട്ടാണ് മൂക്കിലിട്ട് ഇടിച്ചിറുക്കി വെക്കുന്നത്. അങ്ങനെ കൂളിംഗ് ഗ്ലാസ് മസ്റ്റാണല്ലോ നമ്മൾ ഗ്രോ വിത്ത് മീ ചെയ്യുമ്പോഴത്തേക്കും. അങ്ങനെ കൊച്ച് ഒരുങ്ങി സുന്ദര കുട്ടപ്പനായി എണീച്ചൊക്കെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അംബ്രൂവിൻ്റെ മേക്കപ്പും ഗ്രോ വിത്ത് മീയും എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എല്ലാവരും കമൻറ്റ് ചെയ്യണം. താങ്ക് യു. ടാറ്റാ ബൈ ബൈ.